ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമായിട്ട് US വിഷയം നോക്കാം. അത് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ്. മെറ്റ കമ്പനിയുടെ ഓണറായിട്ടുള്ള, അതായത് ഫേസ്ബുക്കിന്റെ ഓണറായിട്ടുള്ള മാർക്ക് സക്കർബർഗ് $1 മില്യൺ ഡൊണാൾഡ് ട്രംപിന് ഓപ്പണിംഗ് സെറമണി, അതായത് ഈ പദവി ഏൽക്കുന്ന ദിവസമില്ലേ, ആ ദിവസത്തെ സെറമണിക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്തിരിക്കുകയാണ്, സംഭാവന ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് സക്കർബർഗ് ഈ ഒരു ഡൊണേഷൻ ഈ ഒരു പൊളിറ്റിക്കൽ വിങ്ങിന് ഇങ്ങനെ ചെയ്യുന്നത്. ട്രംപിന്റെ ഇനോഗ്രൽ സെറമണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൊണേഷൻ ചെയ്തിരിക്കുന്നത്. 2017 പുള്ളി ചെയ്തിട്ടില്ല, 2020 പുള്ളി ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഈ IT മേഖലയിൽപ്പെട്ട കമ്പനികളിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ട്രംപിന് കിട്ടുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇതുപോലെ കിട്ടിയിട്ടില്ല. അത് സുന്ദർ പിച്ചൈ ആയിക്കോട്ടെ, ഗൂഗിളിന്റെ, അതേപോലെ തന്നെ ജെഫ് ബെസോസ് ആമസോണിന്റെ, ആ ഭാഗത്തു നിന്നെല്ലാം മോസ്റ്റ് വെൽക്കം ആണ് ട്രംപിന് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ട്രംപിന്റെ കാലഘട്ടത്തിൽ ഇവരോടെല്ലാം ട്രംപിന് വഴക്കായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇപ്പൊ ഇത്തവണ എന്താണ് മാറി മറിഞ്ഞെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ട്രംപിന് കൊടുത്തോണ്ടിരിക്കുന്നത്. 2020 മുതൽ ഫേസ്ബുക്കിൽ ട്രംപിന്റെ അക്കൗണ്ട് സീസ് ചെയ്ത് വെച്ചിരിക്കേണ്ടായി. കാരണം ചില അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ചില ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസിന്റെ ഒക്കെ പേരിലാണ് ഇതൊരു സീസ് ചെയ്ത് വെച്ചിരുന്നത്. 2024 ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ ഒരു ട്രംപിന്റെ അക്കൗണ്ട് തിരിച്ചും റീആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കപ്പെട്ടത്. ട്രംപും മാർക്ക് സക്കർബർഗും തമ്മിൽ ഒരു ഡിന്നർ മീറ്റ് ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ ഡിന്നർ മീറ്റിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഡൊണേഷൻ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ്, ഏതിനെ കുറിച്ചാണെങ്കിൽ പിന്നീട് ഇതിനകത്ത് എന്തെങ്കിലും അലിഗേഷൻസ് വരാതിരുന്നാൽ മതി. അത് തൽക്കാലം ഇപ്പൊ നെതന്യാഹു ഫേസ് ചെയ്യുന്ന പോലെ ഒരു മീഡിയ അലിഗേഷൻസ് എല്ലാം ഇനിയിപ്പോ ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളത് ഇനിയിപ്പം പിന്നീട് അറിയാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ അടുത്തിപ്പോ നോക്കുന്ന പറഞ്ഞാല് ഈ സിറിയൻ വിമത ലീഡർ, അയാളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കാരണം അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഇയാളുടെ ഒരു ശരിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അയാളുടെ പേര് തന്നെ അൽ-ഷാറ എന്നാണ് അയാളുടെ പേര്. അല്ലാതെ ഇപ്പം അയാൾ സ്വീകരിച്ചിരിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവിധ തരത്തിലുള്ള പേരിൽ ഇതേ സിമിലർ നെയിമിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാൽ അയാളുടെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഫാക്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദ് ഹുസൈൻ അൽ-ഷാറ എന്നാണ് ഇയാളുടെ പേര്. അഹമ്മദ് ഹുസൈൻ അൽ-ഷാറ ഇതാണ് ഇയാളുടെ ആക്ച്വൽ പേര്. അതിൽ നിന്നാണ് പല പല പേരുകളായിട്ട് അറിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വ്യക്തമായിട്ട് ഇയാൾ ഒരു തീവ്രവാദിയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഈ തൽക്കാലം സിറിയൻ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ഒരു 53 വർഷത്തെ ഭരണകൂടം, അസാദിന്റെ ആ ഒരു ഭരണകൂടം വീണതിന്റെ ഒരു സന്തോഷമാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ അവരിപ്പം ഈ വന്നു കയറിയിരിക്കുന്ന ആൾക്കാരുടെ റൂളിംഗ് എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സംഘടന, അതായത് HTS എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന, ഇവര് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു മുഖം ഇങ്ങനെ കാണിക്കുന്നു, ഒരു പ്രതിച്ഛായ കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവർ സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നടത്തും. ഇപ്പം അറിയപ്പെടുന്ന ഈ ജൊലാനി എന്ന് പറഞ്ഞ ഈ വ്യക്തി പല സംഘടനകളിൽ ഇരുന്നിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘടനകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശയങ്ങൾക്കൊത്ത് എത്ര സംഘടനകളുണ്ടോ ആ സംഘടനകളിലെല്ലാം ഇവർ അതാത് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാർ വന്നു കഴിഞ്ഞാലോ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാലോ ഇവർ അതിനെ സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ ഇയാൾ ഫൈറ്റ് ചെയ്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇയാൾ ആക്ട് ചെയ്തിരുന്നത് ഇഡ്ലിബ്, സിറിയയിലെ ഇഡ്ലിബ്, ഹമ, അലപ്പോ ഈ ഭാഗങ്ങളിലാണ് ഇയാൾ കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ഏരിയാസ് ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റിയത്. കാരണം എല്ലാം വളരെ വ്യക്തമാണ്, ഏത് സ്ഥലത്ത് എവിടെയൊക്കെ മിലിറ്ററി പോസ്റ്റ് ഉണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കാരണം 2003 മുതൽ ഇയാൾ ആ ഫീൽഡിലുണ്ട്. 2006 ഇയാളെ US അറസ്റ്റ് ചെയ്ത് ഇറാഖിലുള്ള ജയിലിലാണ് ഇടുന്നത്. ഇറാഖിൽ ജയിലിൽ ഇടുമ്പോഴത്തേക്കാണ് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു തീവ്രവാദി ഉണ്ടല്ലോ, ആ തീവ്രവാദി ബാഗ്ദാദി, ആ തീവ്രവാദിയെ അവിടെയാണ് കാണാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നത്. അപ്പൊ അതിനുശേഷം ഇയാൾ പുറത്തിറങ്ങിയിട്ടാണ് ഇവര് ഈ 2011 സിറിയയെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനം, ഈ 2 Iയും 2 Sഉം ഉള്ള ആ പ്രസ്ഥാനം, അതിന്റെ ഒരു ഏർലിയർ വേർഷൻ ആയിട്ടുള്ള 1 Iയും 2 Sഉം കൂടെ ഉള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഘടനയുടെ ഭാഗമായിട്ട് ഇയാളെ സിറിയയിൽ ആ ഒരു പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കപ്പെട്ടത്. ഇയാള് സിറിയയിൽ പോയി അവിടെയാണ് ഈ ഒരു അൽ നുസ്രാത്ത് എന്ന് പറഞ്ഞ ആ സംഘടന തുടങ്ങിയത്. അതൊരു ഫുൾ നെയിം വലിയ പേരാണ്, ഞാനിവിടെ പ്രത്യേകിച്ച് അത് എടുത്ത് പറയുന്നില്ല. ആ ഒരു പേര്, ആ നുസ്രാത്ത് പറഞ്ഞ സംഘടന ഇവിടെ തുടങ്ങിയത്. ആ സംഘടനയും ഈ മൂലസംഘടനയായിട്ടുള്ള ലാഡന്റെ സംഘടനയും അതിനെ തുടർന്നുണ്ടായ ഈ 1 Iയും 2 Sഉം ഉള്ള ആ ഒരു സംഘടനയുമായിട്ട് മാറിത്തിരിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നുസ്രാത്ത് എന്ന് പറഞ്ഞ സംഘടന നിന്നിരിക്കുന്നത്. അത് തന്നെയാണ്, അവിടെ തന്നെയാണ് ഇത് ഇപ്പോഴും അതിന്റെ കണക്ടിവിറ്റിയിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും എല്ലാം തലപ്പത്തിരിക്കുന്നത് ഈജിപ്തിൽ പണ്ടേ തുടങ്ങിയ ഒരു സഹോദര സംഘടനയുണ്ടല്ലോ, ആ സഹോദര സംഘടനയാണ് ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ എല്ലാ ആശയം. എവിടെ വെച്ചിട്ടാണ് ബാഗ്ദാദിയുമായിട്ട് ഇയാൾ തെറ്റിയത്? ആ തെറ്റിയത് എവിടെ എന്ന് പറഞ്ഞാൽ, ഈ മറ്റേ ആളുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഈ തീവ്രവാദം പടർത്തണം എന്നായിരുന്നു.
പക്ഷെ ഇയാളുടെ സംഘടന എന്ന് പറഞ്ഞാൽ അൽ ഷാം എന്നാണ് ഇപ്പം ഈ രൂപീകരിച്ചിരിക്കുന്ന സംഘടന. അത് എന്തുകൊണ്ടാണ് അൽ ഷാം എന്ന് പറഞ്ഞ് രൂപീകരിച്ചത്? ഈ അൽ ഷാം, ഈ ഷാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിറിയ എന്നാണ്. ഈ സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന സിറിയ ആ ഒരു ലാൻഡ് മാത്രമല്ല, ഈ ഡമസ്കസ് ഉൾപ്പെടെയുള്ള അലപ്പോ ഉൾപ്പെടെയുള്ള ആ പ്രദേശം മാത്രമല്ല. സിറിയ എന്ന് ഉദ്ദേശിക്കുന്നത് അൽ ഷാം. ഈ ഷാം എന്ന് ഉദ്ദേശിക്കുന്നത് സിറിയ, ജോർദാൻ, ലബനാൻ, ഇസ്രായേൽ ഇത്രയും ചേർന്ന ഒരു ലാൻഡ്. ആ ഒരു ജിയോഗ്രഫിക്കൽ ഡെമോഗ്രഫിയാണ് ഈ ഒരു അൽ ഷാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ സംഘടനയുടെ പേര്. അപ്പൊ ഈ സംഘടനയുടെ പേരിൽ തന്നെ ഉണ്ട്. അപ്പം ഇയാളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും തീവ്രവാദം കൊണ്ടുപോകണമെന്നില്ല, പക്ഷേ എനിക്ക് പ്രാഥമികമായിട്ട് ഈ ഒരു ഷാമില്, അതായത് ഈ സിറിയയിൽ എനിക്ക് എന്റെ റെജീം ഉറപ്പിക്കണം. അതാണ് ഇയാളുടെ താല്പര്യം. അത് ഇതിനെ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള 2006 ജയിലിൽ പോയ സമയത്ത് കണ്ടുമുട്ടിയ, ആ സാഹചര്യത്തിൽ ഇറാഖിൽ വെച്ച് കണ്ടുമുട്ടിയ ആ ഒരു നേതാവിന് ഇത് താല്പര്യമില്ലായിരുന്നു. പുള്ളിക്ക് ഈ ഒരു ഷാം എന്ന് പറഞ്ഞ സംഘടനയും കൂടെ ഈ ഒരു പ്രാഥമികമായിട്ടുള്ള 2 ഐയും എസും ഉള്ള ആ സംഘടനയിൽ കൊണ്ട് ചേർക്കണം എന്നായിരുന്നു പുള്ളിയുടെ താല്പര്യം. പക്ഷെ അതിന് പുള്ളി എതിർത്തു. അതിന് ഈ ജൊലാനി അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതാണ് സംഭവം. കാരണം എനിക്ക് സിറിയ മതി, എനിക്ക് ലോകമെമ്പാടും, കാരണം റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് പോയിട്ട് ലോകമെമ്പാടും കീഴടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി പ്രാഥമികമായിട്ട് എനിക്ക് ഈ സിറിയയിൽ ഞാൻ നിലയുറപ്പിക്കാന്നുള്ള തീരുമാനം എടുത്തത്. അവിടെയാണ് ഇവർ രണ്ടുപേരും തെറ്റിയത്. അല്ലാതെ ഇവർക്ക് ആശയപരമായ തെറ്റുകളില്ല, ആശയപരമായ ശരി മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം പുള്ളി മറ്റേതിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പൊസിഷൻസ് ഒക്കെ ഡീഗ്രേഡ് ചെയ്യപ്പെടും. പക്ഷെ ഇതാകുമ്പോഴത്തേക്കും ഈ സംഘടനയുടെ ഏറ്റവും തലപ്പത്തുള്ള ആൾ ഇയാളാണ്. അപ്പൊ ഇങ്ങനെയാണ് അവർ തെറ്റിയത്. ഈ രീതിയിലാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. അല്ലാതെ ഇയാളെ അമേരിക്കയല്ല കൊണ്ടവിടെ വെച്ചത്. നമ്മൾ എപ്പോഴും പറയുന്നത് അമേരിക്ക മിസ്യൂസ് ചെയ്യും. അമേരിക്ക സാഹചര്യങ്ങളെ അനുകൂലമാക്കി അവർ മിസ്യൂസ് ചെയ്യും. അവർ തീർച്ചയായിട്ടും തീവ്രവാദികളുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തും. അവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജിയോ പൊളിറ്റിക്സ് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ശ്രമിക്കും, നേട്ടം കൊയ്യാൻ ശ്രമിക്കും. കാരണം അവിടെ ഓൾറെഡി ഈ തീവ്രവാദം നടക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ അവർ നേട്ടം കൊയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവരല്ല ഈ സംഘടനയെ കൊണ്ട് സ്ഥാപിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ഇതിനെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നതാണ്. പിന്നെ ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 2 ദിവസത്തിന് മുമ്പ് തന്നെ CNN വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുക, എങ്ങനെയാണ് കൃത്യമായ ഇസ്ലാമിന്റെ വഴിയിൽ നടക്കുക, അതായത് ആക്ച്വൽ ഇസ്ലാം എന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെ വള്ളി തെറ്റാതെ നടക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഇവരുടെ നേതാക്കന്മാരുടെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ ഇവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് ഡെമോക്രാറ്റിക് ഭരണകൂടം വരുമോ എന്നുള്ളതിനൊക്കെ ഇപ്പോൾ സംശയമുണ്ട്. ഒരു മോഡറേറ്റ് പ്രതിച്ഛായ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലിബറേഷനും ചില ഇളവുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇവര് പൊതുസമൂഹത്തേക്ക് വരുന്നത്. കാരണം ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെ നിന്നാൽ മാത്രമേ പൊതുസമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുള്ളൂ. കാരണം ഇതിനെല്ലാം റോൾ മോഡലായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഓൾറെഡി ഉണ്ട്. അവർ വളരെ തീവ്ര നിലപാടും കൊണ്ടിരുന്ന സമയത്ത് ഈ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളും ലോകത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ അതിനെ അടിച്ചമർത്തുന്നതും എന്ത് തരത്തിലുള്ള നിയമമാണ് ചോദ്യം ചെയ്യുന്നതും അതിനെ വളരെ ക്രൂവലായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ ലോകത്ത് ചിത്രീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിലാണ് ഈ രീതിയിൽ കുറച്ച് മോഡറേറ്റ് ആയിക്കൊണ്ട് ഇന്റർണലി ഉള്ളിൽ, നമ്മുടെ നാട്ടിനുള്ളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എത്രത്തോളം നിയമങ്ങളാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും, പക്ഷെ പുറം ലോകത്ത് അത്ര വലിയ രീതിയിൽ കാണിക്കാത്ത രീതിയിലുള്ള മോഡറേറ്റ് ആയിട്ട് നമ്മുടെ മുഖച്ഛായ മാറ്റി വെക്കാനുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ആ സെയിം ചിന്താഗതിയാണ് ആ സെയിം ആശയമാണ് ഇപ്പൊ ഇവർ കടമെടുത്തിരിക്കുന്നത്. ഇവരും ഇതേപോലെ ഇങ്ങനെ ഒരു മോഡറേഷൻ തന്നെ കാണിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവർ കർശനമാക്കിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും സ്ത്രീകളെ അടിച്ചമർത്തും, അത് യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. 100% ഉറപ്പാണ്. ഈ വസ്ത്രധാരണ മാത്രം കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ടുള്ളത് തുർക്കിയിലെ തായബ് എർദോഗനാണ്. തുർക്കിയിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ പല രീതിയിൽ അഭിപ്രായങ്ങളുള്ള ജനങ്ങളുണ്ട്. യൂറോപ്പുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട്, കുറച്ച് ഓർത്തഡോക്സ് ആയിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷെ എർദോഗൻ എന്ന് പറഞ്ഞ ആള് പക്ക തീവ്രവാദ നിലപാടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ അതിനെ തീർച്ചയായിട്ടും എതിർക്കുന്ന വ്യക്തിയാണ് എർദോഗൻ. അതുപോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷനെ തന്നെ എതിർക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഈ സിറിയയിൽ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു നിഘണ്ടുവോ അല്ലെങ്കിൽ അതിനൊരു നിയമസംഹിതയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പുസ്തകമോ ഒന്നുമില്ല. ഈ വെസ്റ്റേൺ സിവിലൈസേഷന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നോക്കിയിട്ടേ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു എഴുത്തും ഒന്നും വെസ്റ്റേൺ സിവിലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് ഇവിടെ അതുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ നടക്കണമെന്ന്. അപ്പൊ ആ രീതിയിൽ നടക്കാൻ പറ്റും. അപ്പൊ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീഡം നഷ്ടപ്പെടുന്നുള്ളതാണ്. കാരണം ഫ്രീഡം നിങ്ങളുടെ ആ എഴുത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആ എഴുത്തിൽ ഒതുങ്ങിയ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഭരണകൂടം നിൽക്കുന്നത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ
സിറിയയിൽ ഈ എഴുത്തിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലെ വ്യതിചലിച്ച് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ഇറാനിലൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നു വരുന്ന പോലെ ഇറാനിലൊക്കെ എന്തെങ്കിലും എതിർത്ത് ഗവൺമെന്റ് സർക്കാരിനെ എതിർത്ത് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സാധ്യത വന്നെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയായിട്ട് ശരിയത്ത് നിയമം ആപ്ലിക്കബിൾ ആവും. ജർമ്മനിയിലെ ഈ റെഫ്യൂജികളെ കുറിച്ച്, അതായത് ഈ സിറിയൻ റെഫ്യൂജികളെ കുറിച്ചുള്ള ചർച്ച വളരെ തീവ്രമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 59% റെഫ്യൂജികൾ ഉള്ളത് ജർമ്മനിയിലാണ്, 11% റെഫ്യൂജികൾ ഉള്ളത് സ്വീഡനിലാണ്. ബാക്കി പിന്നെ ഈ ഗ്രീസ്, അയർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്, ഇങ്ങനെ ഫിൻലാൻഡ്, ഇങ്ങനത്തുള്ള കുറെ രാജ്യങ്ങളായിട്ട് ഇവർ പരന്നു തിരിഞ്ഞ് കിടപ്പുണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനി ഈ ഒരു പുതിയ ഭരണകൂടം സിറിയയിൽ വന്നതിനെ ചൊല്ലി ഇവരുടെ ഒരു അസൈലം, ഈ ഒരു അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാരുടെ സിറ്റിസൺഷിപ്പിനെ ചൊല്ലിയുള്ള ഒരു ബില്ല് അവരുടെ പാർലമെന്റിൽ കുറെ നാളുകൊണ്ട് കിടപ്പുണ്ട്. അതിനെ കുറച്ചുകൂടെ നീട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന്. കാരണം ഈ റെജീം ചേഞ്ച് വന്നതുകൊണ്ട് ഇവിടെ നല്ലൊരു ഭരണകൂടമാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബലി വയബിൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ബില്ല് ഹോൾഡ് ചെയ്തിട്ട് ഈ അസൈലം സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഡീപ്പോർട്ടേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജർമ്മനി മാത്രമല്ല, ജർമ്മനിയുടെ കൂടെ ചേർന്ന് പല രാജ്യങ്ങൾ, ഇറ്റലി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ രാജ്യത്ത് കുറച്ച് നാൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് അഭയം തന്നു, പക്ഷേ ഇപ്പം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുവരെ സിറ്റിസൺഷിപ്പ് നേടാത്ത ആൾക്കാർ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലാണ് മിക്ക ഫാർ റൈറ്റ് ജർമ്മനിയിലുള്ള ആൾക്കാരും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിമത ഗ്രൂപ്പിന്റെ നേതാവ് ഒരു പ്രസ്താവന വിട്ടിട്ടുണ്ട്. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ രാസായുധം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇസ്രായേൽ ഓൾറെഡി അടിച്ച് പൊട്ടിച്ച് കളഞ്ഞതാണ്. അതിനെങ്ങനെയും റെക്ടിഫൈ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ, പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ശ്രമം തുടരുകയാണെന്നുള്ളതാണ്. അതിന് വേൾഡ് ഗ്രൂപ്പുമായിട്ട് ആലോചിക്കുകയാണ്. ഈ വേൾഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ USA, റഷ്യ അങ്ങനെയല്ല കേട്ടോ. വേൾഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ തീവ്രവാദ സംഘടനകൾ കുറച്ചുണ്ട്. അവരുമായിട്ട് ആലോചിച്ചിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അങ്ങ് അറ്റം വരെ പോയി കഴിഞ്ഞാൽ തുർക്കിയുമായിട്ടും കൂടെ ഒന്ന് ആലോചിക്കുമായിരിക്കും. ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായോ? ഈ ഒരു സൂചന ഞാൻ പറയുന്നത് ഇസ്രായേൽ ഇപ്പൊ ഈ സിറിയയുടെ ഉള്ളിൽ നടത്തിയ ഒരു ആക്രമണമില്ലേ, അതില് ഈ ഒരു വിമത ഗ്രൂപ്പ് നല്ല രീതിയിലുള്ള വൈരാഗ്യത്തിലാണ് ഉള്ളത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ചെറിയതൊന്നുമല്ല, നല്ല രീതിയിൽ ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. അതുകൊണ്ട് മാത്രമാണ് അവരിത് സഹിച്ച് നിൽക്കുന്നത്. കാരണം ഇപ്പോഴാണ് അവർ ജസ്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ശരിക്കും ഇസ്രായേലിനെതിരെ പൊരുതുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. കാരണം നല്ല പൊട്ടാസ് അടി കിട്ടും. ഇപ്പോൾ അമ്മാതിരിയുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമി ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. അവർ നല്ല കിണ്ണം കാച്ച മറുപടിയും അടിയും കൊടുക്കും. ഒരുപാട് ലോസ് ഉണ്ടാവും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരിപ്പോ ഒതുങ്ങി നിൽക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തുകൊണ്ട് പോട്ടെ എന്നുള്ളത്. ഈ ഗോലാൻ ഹൈറ്റ്സിൽ ഈ ബോർഡറൊക്കെ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്തതിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട് എന്നുള്ളതാണ്. അവരതിന് കൃത്യമായ ടൈമാണ് അവർ കാത്തിരിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും അവർ പ്രതികരിക്കും, അത് ഉറപ്പാണ്. അതിനുള്ളിൽ എത്രമാത്രം സെക്യൂർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. കാരണം 1974 ലോ ഉണ്ട്, UN ലോ, അതിൽ സൈൻ വെച്ചിട്ടുണ്ടായിരുന്നു സിറിയയും ഇസ്രായേലും. അപ്പൊ അതിലിപ്പോ ആ ഒരു ഭരണകൂടം വീണതുകൊണ്ട് ആ 1974 ആക്ടിനെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ സ്വമേധയാ മറികടന്നുകൊണ്ടാണ് ഈ ബോർഡർ കടന്ന് അങ്ങോട്ട് പോയത്. ഗേറ്റ് പൊളിച്ചാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. നിങ്ങൾ സ്വമേധയാ വന്ന് കയറി പിടിച്ചതല്ലേ. 1974 വയലേറ്റ് ചെയ്തത് നിങ്ങളാണല്ലോ, ഇസ്രായേൽ ആണല്ലോ, അല്ലെ സിറിയ അല്ലല്ലോ. ആ രീതിയിൽ അവർ ക്ലെയിം ചെയ്ത് അവർ പിന്നീട് വരിക തന്നെ ചെയ്യും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ഈ ഒരു യഹൂദരെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകളോട് ഒത്ത് നിൽക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഇപ്പൊ തലപ്പത്തുള്ള ആള് അവരുടെ പൊസിഷന് വേണ്ടിയിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ടും സമ്മതിച്ചാൽ തന്നെയും അതിന്റെ താഴെക്കടികളുള്ള കുറെ ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്, തീവ്ര നിലപാടുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കാത്തടത്തോളം കാലം അവർ വിമത സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ വിമതരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതെന്തായാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് മെജോറിറ്റി ആരാണോ ആ രീതിയിലുള്ള തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് മെജോറിറ്റി ഇസ്രായേലിനെതിരായിട്ട് തന്നെയായിരിക്കും വരുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് ഇന്നും ഒരു ബസിന്റെ മേളിൽ അറ്റാക്ക് നടന്നു. ഒരു പാലസ്തീനിയൻ ഗൺമാൻ ഷൂട്ടിംഗ് ആയിരുന്നു. കുറെ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ, ഈ വെസ്റ്റ് ബാങ്ക് മാത്രമാണ് ഈ റിമൈനിങ് ആയിട്ടുള്ള പാലസ്തീനികൾക്കായിട്ട് ഉള്ളത്. അപ്പൊ അതും കൂടെ നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇങ്ങനെ പോയി തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മറുപടി കിട്ടും. ഒരു പക്ഷേ ഈ 40% ആയിട്ടുള്ള ഈ ഒരു പാലസ്തീനികൾക്കായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഓട്ടോണമസ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇപ്പൊ രേഖപ്പെടുത്തുന്ന സ്ഥലമില്ലേ, അതും കൂടെ മായ്ച്ചു കളയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ രീതിയിലാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നെങ്കിൽ. ഇന്ന് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ അതിശക്തമായ ഒരു അറ്റാക്ക് നടത്തുകയുണ്ടായി. അതിനകത്ത് 34 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ UNRWA അതേപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ ചാരിറ്റി പ്രവർത്തകരും കൂടെ ഉണ്ട് എന്നാണ്
വാർത്തകൾ വരുന്നത്. സിറിയയിലെ ഇപ്പോഴത്തെ വിമത സർക്കാർ നല്ല രീതിയിലാണ് ഭരിക്കുന്നത്, ഒരു സ്മൂത്ത് ട്രാൻസിഷനിലൂടെ നല്ല രീതിയിലാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ G7 കൺട്രീസിന്റെ സപ്പോർട്ട് തരാൻ തയ്യാറാണെന്നാണ് G7 രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഭരണം പോകുന്നത്. അപ്പം ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗ്ലോബൽ രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ചേർന്ന് ഇയാളെ ഒരു മോഡറേറ്റ് ചിന്താഗതിയിലാണ് ഇയാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് സപ്പോർട്ട് കിട്ടും. പക്ഷേ ഏത് മൊമെന്റിലാണ് ഇയാൾ ബ്രേക്ക് ആവുന്നതോ ആ മൊമെന്റിൽ ഈ സപ്പോർട്ടുകളെല്ലാം പിൻവലിയും. ഇതേപോലെ തന്നെ ടപ്പേന്ന് പിൻവലിയെന്ന് കാണാൻ കഴിയും. IDF പറയുന്നത് ഈ സിറിയയിൽ ഇപ്പം ഭരണം നടത്താൻ വന്നിരിക്കുന്ന ഈ ഒരു വിമത ഗ്രൂപ്പ് ഒരിക്കലും IDF-നെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല. അവർ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത അടിക്ക് മറുപടിയായിട്ട് അവർ വരും. അതിനുവേണ്ടി IDF വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹുവിന് കോടതിയിൽ ടെസ്റ്റ് മോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മൊഴിയെടുപ്പ്. അപ്പൊ അതിൽ 2 കേസുകളിൽ നെതന്യാഹു സ്ട്രോങ് ആയിട്ട് ഡിനൈ ചെയ്തിരിക്കുകയാണ്. അതിലും കൃത്യമായ സാക്ഷികളൊന്നും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ 2 കേസുകളും തള്ളിപ്പോകാനാണ് സാധ്യത. ഇനി ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ്മാനുമായിട്ടുള്ള ഡിന്നർ മീറ്റിംഗിൽ സംസാരിച്ചതും ഈ സിഗാർ, ജ്വല്ലറി ഇങ്ങനെയൊക്കെ മേടിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട് $2 ലക്ഷം കൈപ്പറ്റി എന്ന് പറഞ്ഞു ആ കേസാണ്. അതിലൊരു വിറ്റ്നസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പോ ആ വിറ്റ്നസ് ഇതുവരെ ഏത് രീതിയിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു കേസും കൂടെയാണ് ഉള്ളത്. ആ കേസ് ഊരാക്കുടുക്കായിട്ട് മാറിയാൽ നെതന്യാഹുവിന് പണി കിട്ടും. ഉക്രൈനിലെ ഡിഫൻസ് ബഡ്ജറ്റ് 52 ബില്യൺ ആണ് സെലൻസ്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ ഇടപെട്ട കാലത്തൊന്നും ഈ യുദ്ധം നിർത്താൻ പുള്ളി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. 52 ബില്യൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റെ ഒരു ഉദ്ദേശം വെച്ച്, എന്റെ ഒരു അനുമാനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയിപ്പോ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ലെങ്കിലും വേറെ ഇത് ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ നമ്മളെ പിന്തുണയ്ക്കുമോ എന്ന് കരുതിക്കൊണ്ട് സഖ്യങ്ങളെ കൂട്ടിക്കൊണ്ട് വീണ്ടും റഷ്യക്കെതിരെ തന്നെ അങ്ങനെ തുടർന്ന് ഇങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കാം. അങ്ങനെ ആ രീതിയിൽ ഇലക്ഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചാൾ കൂടെ നാട് നശിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് വരുന്നുണ്ട്. കാരണം ഈ 52 ബില്യൺ ഒക്കെ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാലേ അതും ഈ ഒരു സാഹചര്യത്തിൽ. ഉക്രൈൻ ഇന്നലെ ലാർജ് റേഞ്ച് മിസൈൽ വെച്ച് റഷ്യക്കുള്ളിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ മിലിറ്ററി ബേസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയാണ് ആക്രമണം ചെയ്തത്. ഇതിൽ റഷ്യ നല്ല രീതിയിൽ പ്രകോപിതരാണ്. റഷ്യ ഏത് തരത്തിലുള്ള ഒരു മിസൈൽ വെച്ച് തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വെപ്പൺ വെച്ചിട്ട് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ പുതിയതായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു മിസൈലിന്റെ പരീക്ഷണം കൂടിയായിരിക്കും എന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത് ഉക്രൈൻ അത്ര നല്ല പരിപാടിയല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉക്രൈൻ നല്ല രീതിയിൽ ഒരു ക്ഷീണിതരായ അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത്. ഉക്രൈന്റെ ഭാഗത്തുള്ള വാറിനെ വെച്ചുകൊണ്ട് റഷ്യയെ നമ്മൾ സിറിയയുടെ സൈഡിൽ നിന്ന് വന്നതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സിറിയയിൽ അധികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത കാരണം തന്നെ ഇവിടെ ഉക്രൈന് നല്ല രീതിയിൽ മെരുക്കുന്നതുകൊണ്ടാണ്. അത് കൃത്യമായിട്ട് സെലൻസ്കിക്ക് മനസ്സിലാവണം. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. അടുത്ത് രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിൽ പോയിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ M2M മിലിറ്ററി ടു മിലിറ്ററി മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഒരു S-400 2 യൂണിറ്റ് കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനും അതിനെക്കുറിച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിസ്ട്രോയർ ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മാനുഫാക്ചറിങ് എല്ലാം റഷ്യയാണ്. പക്ഷെ അതിന്റെ എഞ്ചിൻ ഉണ്ടാക്കിയത് ഉക്രൈനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ കുറച്ച് ഈ ഒരു എഞ്ചിൻ മാനുഫാക്ചറിംഗ് വെച്ച് ഡിലേ ചെയ്തിരുന്നു. ആ സമയത്താണ് പ്രൈം മിനിസ്റ്റർ മോദി സെലൻസ്കിയെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതും ആ റിക്വസ്റ്റ് മാനിച്ച് തന്നെ ഉക്രൈനും റഷ്യയും വാറാണ്, എന്നാലും അവർ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. പക്ഷെ എന്നാൽ ഉക്രൈൻ ഇന്ത്യക്ക് വേണ്ടി എഞ്ചിൻ ഉണ്ടാക്കുന്നു, റഷ്യ ഇന്ത്യക്ക് വേണ്ടി ആ ഒരു ഷിപ്പ് നിർമ്മിക്കുന്നു. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അത് റിസീവ് ചെയ്യുന്നതിന്റെ ഭാഗമാകാനും വേണ്ടിയിട്ടാണ് രാജ്നാഥ് സിംഗ് റഷ്യയിൽ എത്തിയിരിക്കുന്നത്. രാജ്നാഥ് സിംഗിനെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തത് പുടിൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പോകുമ്പോഴത്തേക്കും റഷ്യയുടെ ആ ഒരു ഈക്വൽ പവറുള്ള ആൾ വന്ന് മീറ്റ് ചെയ്താൽ മതി. പക്ഷെ അതുപോലെയല്ല, ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ശരിക്കും കഴിഞ്ഞ തവണ ജയശങ്കർ പോയപ്പോഴത്തേക്കും ഇതേപോലെ പുടിൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ മീറ്റ് ചെയ്തത്. അജിത് ഡോവൽ പോയപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ മീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് പോയപ്പോഴത്തേക്കും ഇതേപോലെ പുടിൻ ഡയറക്റ്റ് ആയിട്ടാണ് പിന്നെ ഇടപെടുന്നത്. നല്ല വാം വെൽക്കം ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ മീറ്റ് ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്തു. കാര്യങ്ങൾ പിന്നെ ആ ഒരു മീറ്റിംഗ് നല്ല രീതിയിൽ തന്നെ നടന്നു പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ സമഗ്രമായ കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.